ഇത് TP രാധാമണി. നിരവധി റേഡിയോ നാടകങ്ങളിലൂടെയും മറ്റ് റേഡിയോ പ്രോഗ്രാമുകളിലൂടെയും കൈരളിയുടെ പ്രിയപ്പെട്ട ശബ്ദമായി നിറഞ്ഞു നിന്ന ഒരാൾ. പാട്ടുകാരിയായും അഭിനേത്രിയായും ഇന്നലകളിലെ റേഡിയോ ശ്രോതാക്കളുടെ ഹൃദയത്തിൽ പതിഞ്ഞുകിടക്കുന്ന വിസ്മയ ശബ്ദത്തിന്റെ ഉടമ. പ്രക്ഷേപണ കലാലോകത്തെ താരം. ആകാശവാണിയുടെ പടിയിറങ്ങിയിട്ട് കാലം കുറച്ചധികമായിരിക്കുന്നു. പഴയ ആരാധക സമൂഹത്തിൽ നിന്നും ഒട്ടൊക്കെ അകലെയാണ് ഇന്ന് രാധാമണി. എൻ്റെ അച്ഛന് സംഗീതത്തിൽ വലിയ ഭ്രാന്താണ്. അങ്ങനെ എന്നെ മ്യൂസിക് അക്കാഡമിയിൽ കൊണ്ടു ചേർത്തു, സ്വാതി തിരുനാൾ അക്കാഡമിയിൽ. അങ്ങനെ അവിടെ നിന്ന് 1950 ഞാൻ ഗാനഭൂഷണം പാസ്സായി. അതിനു മുൻപ് തന്നെ ഗാനഭൂഷണത്തിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ കച്ചേരിക്ക്, സംഗീത കച്ചേരിക്ക് ആകാശവാണിയിൽ പോകുമായിരുന്നു. അന്ന് തിരുവനന്തപുരം റേഡിയോ നിലയമാണ്. ആകാശവാണി ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ അരമണിക്കൂർ സംഗീത കച്ചേരി, പിന്നീട് ഒരു 1/4 മണിക്കൂറും കൂടെ, രണ്ടും രണ്ട് സമയത്താണ്. ഒന്നൊരു അരമണിക്കൂർ ആദ്യം, പിന്നെ 1-2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു 1/4 മണിക്കൂർ. അങ്ങനെ സംഗീത കച്ചേരിക്ക് പോകുമായിരുന്നു. ഞാനിങ്ങനെ ആകാശവാണിയിൽ പോകുന്നുണ്ട് എന്നറിഞ്ഞിട്ട് എൻ്റെ 1-2 കൂട്ടുകാരികൾ അവിടെ കഥകളി പദം, തിരുവാതിരപ്പാട്ട് ഒക്കെ പാടാൻ പോകുമായിരുന്നു. അപ്പോൾ ഒരാളെ കൂടെ ചേർത്താൽ കമ്പനി കുറച്ചുകൂടെ വിപുലമാവുമല്ലോ. അതുകൊണ്ട് എന്നെയും കൂടെ വിളിച്ചു. ഞാനും പോവും ആകാശവാണിയിൽ കഥകളി പദം പാടാനും തിരുവാതിരപ്പാട്ട് പാടാനും വഞ്ചിപ്പാട്ട് പാടാനും ഒക്കെ ഞാനും കൂടെ പോകുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ റേഡിയോ ഒന്നുമില്ല. അടുത്ത വീട്ടിൽ വലിയ സ്പീക്കർ വെച്ചിട്ട് ഈ നവരാത്രി സമയത്ത് അവിടെ പ്രക്ഷേപണം ചെയ്യുന്ന സംഗീത കച്ചേരികൾ നവരാത്രിക്ക് രാത്രി ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ സ്പീക്കറിൽ കൊടുത്തേക്കും. മണക്കാടാണ് എൻ്റെ വീട്. അപ്പോൾ അച്ഛൻ പറയും, പോയി കേട്ടോളാൻ പറയും. അങ്ങനെ ഞാൻ സംഗീത കച്ചേരി കേൾക്കാൻ പോകും. അങ്ങനെ സംഗീത കച്ചേരി 9 ദിവസം കൊണ്ട് തീർന്നു. 10ാമത്തെ ദിവസവും ഞാൻ പതുക്കെ പോയി അവിടെ പോയപ്പോൾ ഒരു നാടകമായിരുന്നു റേഡിയോയിൽ. നാടകം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി, ഇങ്ങനെ പറയാനൊക്കുമോ എന്നൊക്കെ. അങ്ങനെ ഈ കഥകളി പദമൊക്കെ പാടാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു നാടകത്തിൽ ഒരു കുഞ്ഞു റോളിൻ്റെ അത്യാവശ്യം, ഒരു ലേഡി വേണം. അപ്പോൾ അയ്യോ രാധാമണി വരുന്നുണ്ടല്ലോ, രാധാമണിയെ കൊണ്ട് ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെയും കൂടെ അതിൽ പിടിച്ച് നിർത്തി. വിക്രമൻ നായർ, PK വിക്രമൻ നായരായിരുന്നു അതിലെ ഹീറോ, ഡോക്ടറായിട്ട്. അപ്പോൾ എൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്ക്രിപ്റ്റ് പോലും വേണ്ട. പിന്നെ ആ ഡോക്ടർ ചോദിക്കും, ഒരു സ്ത്രീ വെള്ളത്തിൽ മുങ്ങിപ്പോയി, അവരെ എടുത്തിങ്ങനെ ഡോക്ടർ മേശയിൽ കിടത്തിയിരിക്കുകയാണ്. ഈ സ്ത്രീ ആരാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ സ്ത്രീ കിടക്കുന്നു എന്നുള്ള സാന്നിധ്യം അറിയിക്കണമെങ്കിൽ റേഡിയോയിൽ വളകിലുക്കുകയോ അവർ സംസാരിക്കുക, അവർ ബോധശൂന്യമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ നിറയെ കുപ്പിവളകളുണ്ടായിരുന്നു അന്ന്. അപ്പോൾ വള കിലുക്കണം, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു എന്നുള്ളത് കാണിക്കാൻ. അതിനും കൂടെ വേണ്ടിയാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഡോക്ടർ ചോദിക്കുക, ഇവരിങ്ങനെ തിരിഞ്ഞ് കിടക്കുമ്പോൾ ഡോക്ടർ ചോദിക്കും, നഴ്സ് ആരാണ് ഈ സ്ത്രീ? അറിഞ്ഞുകൂടാ സാർ. ഇതാണ് എൻ്റെ ഡയലോഗ്. എനിക്ക് സ്ക്രിപ്റ്റൊന്നും വേണ്ട, ഡോക്ടർ ചോദിക്കുമ്പോൾ അറിഞ്ഞുകൂടാ സാറെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ നാടകം. 4 ആൾക്ക് മുന്നിൽ പാടി ഒരു നല്ല പാട്ടുകാരി എന്ന പേരെടുത്ത ശേഷമാണ് രാധാമണി റേഡിയോ ഗായികയായി അരങ്ങേറ്റം നടത്തുന്നത്. റേഡിയോ നിലയം പുതുശബ്ദത്തിന് അവസരങ്ങൾ ഏറെ നൽകി. പാട്ടിനെ ഏറെ സ്നേഹിച്ച പെൺകുട്ടിയുടെ ഇഷ്ടം അഭിനയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. പിന്നീട് നാടകമായിട്ട് അഭിനയിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നീട് ഒരു 1/4 മണിക്കൂർ നാടകം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഒരു സ്കെച്ച്, ഇതിനൊക്കെ എന്നെ വിളിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ അപ്പോൾ നാടകം അഭിനയിക്കാനുള്ളൊരു ആവേശമുണ്ട്. അങ്ങനെ ഇരുന്ന് ഈ 1/4 മണിക്കൂർ നാടകങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് റേഡിയോ നാടക വാരം ആദ്യമായിട്ട് തുടങ്ങുന്നത്. അന്ന് കോഴിക്കോട് നാടകമുണ്ട്, ട്രിവാൻഡ്രത്തും ഉണ്ട്, തൃശ്ശൂരൊന്നും സ്റ്റേഷൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു നാടകം തുടങ്ങിയത് ഒരു മുസ്ലിം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ നാടകമാണ് തമിഴിൽ. ആ തമിഴിനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തിരുനയനാർ കുറിച്ച് മാധവൻ നായർ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ്
ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത്. അതിൽ ഹീറോയിൻ്റെ വേഷം എനിക്ക് തരാം എന്ന് അവരെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് പിന്നെ ഹീറോയിനാക്കി. അപ്പോൾ ഹീറോ ആയിട്ട് അഭിനയിച്ചത് സത്യനാണ്, നമ്മുടെ സിനിമാ നടൻ സത്യൻ. സത്യൻ അന്ന് സിനിമാ നടനൊന്നും ആയിട്ടില്ല, അന്ന് ഇൻസ്പെക്ടറാണ്. പുള്ളി ഹീറോ, ഞാൻ ഹീറോയിൻ. അങ്ങനെയാണ് ആ നാടകം അഭിനയിച്ചത്. നാടകം അഭിനയിച്ച് തീർന്ന് അഭിപ്രായങ്ങളൊക്കെ വരുമല്ലോ, അത് ഇവർ പറയുകയും ചെയ്യും. ഈ നാടകത്തിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതി അയക്കുക എന്ന് പറഞ്ഞ് ഇവിടുത്തെ അഡ്രസ്സും ഒക്കെ പറയും. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഞാനും സത്യനും കൂടെ അഭിനയിച്ച കരിനിഴൽ എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. അപ്പോൾ ആ നാടകത്തിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു വളരെ നന്നായിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ പിന്നെ എന്നെ നാടകത്തിന് കൊള്ളാം എന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരും ഓരോ പെക്സും അവരെ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിൽ ഓരോ റോള് എനിക്ക് തരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ നാടക അഭിനയത്തിലോട്ടങ്ങ് ചാഞ്ഞത്. അരങ്ങിൽ ഒരു കഥാപാത്രമായും വേഷമിട്ട മുൻപരിചയമില്ലാതെയാണ് റേഡിയോ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങുന്നത്. വിസ്മയാവഹമായ അഭിനയ പാടവം കൊണ്ട് ഒപ്പം അഭിനയിച്ചവരെ മാത്രമല്ല, ശ്രോതാക്കളെയും അത്ഭുതപ്പെടുത്തുകയായിരുന്നു രാധാമണി. സംവിധായകൻ ആഗ്രഹിക്കുന്നതിനും അപ്പുറം തന്റെ കഥാപാത്രങ്ങളെ ഗംഭീരമായി അവതരിപ്പിച്ചു ഇവർ. ഞങ്ങൾ സീനെല്ലാം മനസ്സിലാക്കിയിട്ട് റിഹേഴ്സൽ, ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ റിഹേഴ്സൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്ക് ഇതാണ് റോളെന്ന് മാർക്ക് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് തന്നു കഴിഞ്ഞാൽ ഞാനത് കാണാതെ പഠിക്കും പോലെ പല പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ആ റോൾ എങ്ങനെ വേണം എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ കണ്ടിട്ടാണ് അഭിനയിക്കുന്നത്. സ്റ്റേജുകാർക്ക് കൂടുതലും ഇവിടം ശരിയാവില്ല, മൈക്കിൻ്റെ മുൻപിൽ നിന്ന്. സ്റ്റേജിൽ ഇങ്ങനെ കയ്യും കാലും ഒക്കെ എടുത്തൊക്കെ നീട്ടിയൊക്കെ അഭിനയിക്കുന്നവർ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ സ്ക്രിപ്റ്റും പിടിച്ചിട്ട് വായിക്കാൻ അവർക്ക് ഒക്കില്ല. ഈ ടൈപ്പ്ഡ് സ്ക്രിപ്റ്റാണ്, അപ്പം അധികം സ്പേസ് ഒന്നും കാണില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അഭിനേതാവ് നിൽക്കുകയാണ്, എന്നിട്ട് പറയുന്നു, അതെന്നോട് ചോദിക്കണ്ട, നിനക്കറിഞ്ഞൂടെ എന്നിങ്ങനെ പറയും. പറഞ്ഞിട്ട് തിരിച്ചു നോക്കുമ്പം വരി തെറ്റിപ്പോവും. ഇത് സ്പേസ് ചെറുതാണ്. ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്തത് ആകുമ്പോൾ എന്തായാലും കട്ട് ചെയ്തിട്ട് രണ്ടാമത് എടുക്കാൻ പുള്ളി ലൈനൊക്കെ കണ്ടുപിടിച്ചിട്ട് എടുക്കാനേ പറ്റുള്ളൂ. ഞങ്ങൾക്കതല്ല, ഞങ്ങളെന്ന് പറയുന്ന ആകാശവാണി, ഞങ്ങളിത് മൈക്കിൽ ശീലിച്ചവരാണ്, സ്റ്റേജ് നമ്മൾ ഇല്ല. അപ്പോൾ ഇതിൽ പേടിച്ചാൽ ഈ പറയുന്നതും കൈ നീട്ടുന്നതും എല്ലാം ഇതിൽ തന്നെ ഇരിക്കും, കണ്ണ് മാറില്ല. അതുകൊണ്ട് നമുക്ക് പറയേണ്ട രീതിയിലുള്ളത് സങ്കടപ്പെട്ടോ ദേഷ്യപ്പെട്ടോ ഒക്കെ പറയുമ്പോഴും ഇത് കയ്യിൽ തന്നെ ഉണ്ടാവും, കണ്ണും ഇതിൽ തന്നെ ഇരിക്കും.